അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, നേരത്തെ സാമുദായിക സന്തുലനം LDF പാലിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് താങ്കൾ മൗനം അവലംബിച്ചു. നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആകെ കനലൊരു തരിയേ ഉണ്ടായിരുന്നുള്ളൂ ആലപ്പുഴയിൽ. ആ ആലപ്പുഴയിലെ സീറ്റ് പിടിക്കാനും 20-ൽ 20 എന്ന മുദ്രാവാക്യവുമായി ഇതാ UDF ഏറ്റവും ശക്തനായിട്ടുള്ള, ആലപ്പുഴയിൽ ജയിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, ആ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ UDFന്റെ ആത്മവിശ്വാസമല്ലേ അത് തെളിയിക്കുന്നത്? ഇവിടെ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞതാണ്. അതായത് ഇന്ത്യയിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം പാർലമെന്റിനകത്തും അതുപോലെ രാജ്യത്താകമാനം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നേതൃശേഷിയുള്ളവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ അണിനിരത്താനാണ് ഇടതുപക്ഷം ശ്രമിച്ചത്. നാളെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവും. അതിൽ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികൾ ഉണ്ടാവും, പ്രതിനിധികൾ ഉണ്ടാവും, കർഷക പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാവും, യുവജന പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടാവും, വനിതാ സംഘടനയുടെ നേതാക്കന്മാരുണ്ടാകും. അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള പ്രതിനിധികളെ, പ്രത്യേകിച്ച് പാർലമെന്റിൽ മികച്ച സേവനം നടത്തിയവർ, അതുപോലെ മന്ത്രിയായി മികച്ച സേവനം നടത്തിയവർ, MLA എന്ന രീതിയിൽ നല്ല രീതിയിൽ ശോഭിച്ചവർ, ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയുള്ളവർ, അത്തരത്തിലുള്ള എല്ലാ വിഭാഗം ആളുകളെ കൂട്ടിയോജിപ്പിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാകും നാളെ CPM-ന്റെ സ്ഥാനാർത്ഥികളാക്കി വെക്കുക, അല്ലാതെ വിവിധ സമുദായങ്ങളിൽ നിന്നുള്ളവരെ അല്ല, അല്ലേ അരുൺകുമാർ? അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞ സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആളുകളെയും പ്രതിഫലിപ്പിക്കാൻ, പാർലമെന്റിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ, പ്രതിഫലിപ്പിക്കാൻ മികച്ച ആളുകൾ, ആ മികച്ച ആളുകൾ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ ഏറ്റവും സർഗാത്മകമായി ഇന്ത്യയുടെ പാർലമെന്റിലും പാർലമെന്റിന് പുറത്തും രാജ്യത്താകമാനം ഉയർത്തിപ്പിടിക്കാൻ ശേഷിയുള്ളവരായിരിക്കും. ഇപ്പൊ കനൽ ഒരു തരി മതി എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാമല്ലോ, കുറച്ചു നാളായി രാജ്യസഭയിലായാലും ലോകസഭയിലായാലും ഇടതുപക്ഷത്തിന്റെ വളരെ ഭംഗിയായി തന്നെ ആ റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാമൻ ഈ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യത്തിലുള്ള, ജനങ്ങളുടെ മുന്നിലുള്ള രാമനല്ല, ജനങ്ങളുടെ രാമനല്ല എന്ന് ഏറ്റവും ചങ്കുറ്റത്തോടെ പറയാൻ ശേഷിയുള്ളത് CPM-ന്റെ MP-മാരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ 14ഓളം വരുന്ന പ്രതിപക്ഷ കക്ഷികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ വൻ സമരം നടത്താൻ ശരിക്കും പറഞ്ഞാൽ രാജ്യത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയെ വെല്ലുവിളിച്ച് ഒരു സമരം നടത്താൻ മറ്റൊരു പാർട്ടിക്കും സാധിക്കുന്നില്ലല്ലോ. സുപ്രീം കോടതിയിലാണെങ്കിൽ പോലും ഇലക്ട്രിക് ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു രൂപ പോലും വിശദീകരിച്ചിട്ടുള്ളതാണല്ലോ. ചോദ്യം എന്ന് പറയുന്നത് ആലപ്പുഴയിലാണ് ആകെ ജയിക്കാനായിട്ടുള്ളത്, അവിടെ പോലും ശക്തനായ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നു. MV ജയരാജന് പകരം, അല്ലെ MV ജയരാജനെതിരായി K സുധാകരൻ വേണം എന്ന നിലപാടെടുക്കുന്നു. അത് രണ്ടു കാരണങ്ങൾ കൊണ്ട്: ഒന്ന്, സ്ഥാനാർത്ഥിയുടെ ബലത്തിന്റെ കാര്യത്തിനകത്ത്; രണ്ട്, സാമുദായികമായി അതേ സമുദായത്തിൽ നിന്ന് തന്നെ വേണമെന്ന കാര്യത്തിനകത്ത്. അപ്പോൾ വളരെ കിഴിച്ചുമൊക്കെയാണ് UDF മുന്നോട്ട് പോകുന്നത്. അല്ല, എത്ര കൂട്ടിക്കിഴിച്ച് മുന്നോട്ട് പോയാലും കഴിഞ്ഞ തവണ 2019-ലുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി വരാൻ പോകുന്നു, അത് വയനാട്ടിൽ മത്സരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന രൂപത്തിലുള്ള വലിയ പ്രചരണം മറ്റു ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും 2019-ലുണ്ടായിരുന്നു. ആ നിലവിലുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇന്ത്യയിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ രാജ്യത്തെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും ആധികാരികമായി അഭിപ്രായം പറയുവാനും അതിശക്തമായിട്ടുള്ള സമരം പാർലമെന്റിനകത്തും പുറത്തും നടത്താൻ ഞങ്ങളുടെ ശേഷി പരമാവധി വിനിയോഗിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം. അതോടൊപ്പം 18 MP-മാർ ഈ സംസ്ഥാനത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഇന്ത്യൻ പാർലമെന്റിൽ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? എന്ത് കേരളത്തിന് നേടിയെടുത്തു? റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റു വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും എന്താണ് ഇവരുടെ സംഭാവന എന്നത് ഗൗരവത്തോടെ പരിശോധിക്കപ്പെടും. ആകെ ഒരു സമരം ഡൽഹിയിൽ നടത്തിയത് കേരളത്തിന് വേണ്ട എന്ന് പറഞ്ഞുള്ള സമരമാണ്. അല്ലാതെ എന്താണ് ഇവർ നേടിയെടുത്തത്? ആകെ കേരളത്തോടുള്ള സാമ്പത്തികമായിട്ടുള്ള ഈ ഉപരോധത്തെക്കുറിച്ച് ഒരു വാക്ക് ഉന്നയിക്കാൻ തൃശ്ശൂരിൽ നിന്നുള്ള MP തയ്യാറായത് തന്നെ നവകേരള സദസ്സ് അതിശക്തമായിട്ടുള്ള ജനങ്ങളെ കൊണ്ട് ആകർഷിച്ച് വലിയ പോരാട്ടമായി ഉയർന്നു വന്നപ്പോൾ മാത്രമാണ്. അല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിന്റെ ആവശ്യം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ MP-മാർക്കെതിരെ വലിയ വികാരം ഓരോ മണ്ഡലങ്ങളിലുമുണ്ട്. പല മണ്ഡലങ്ങളിലും തങ്ങളുടെ MP-മാരെ 5 വർഷം മുമ്പ് കണ്ടതാണ്, കാണാനില്ല എന്ന രൂപത്തിൽ വലിയ പ്രചരണം നടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. 20 സ്ഥാനാർത്ഥികളെയും ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കുന്നത് ഞങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം വീട് വീടാന്തരം ഓരോ വോട്ടർമാരിലേക്കും ആദ്യം എത്തിക്കുക ഞങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു തരത്തിലും കേരളത്തിലെ ഭരണത്തിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം ബോധ്യപ്പെടുകയാണ്. പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ യഥാർത്ഥ വസ്തുത ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണതുകൊണ്ട് തന്നെ കേന്ദ്ര അവഗണന നന്നായി ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കുന്നു.
Debate with MV Nikesh Kumar.